ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്കിടാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മരം മുറിയാണ്. ആ വീടിനോട് ചേരുന്നൊരു വലിയൊരു മരമാണ്, അത് മുറിച്ച് മാറ്റുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു അപാര മരമാണ്. നമ്മൾ പേടിയിലായി മരത്തിന് കാറ്റൊക്കെ വരുമ്പോൾ നമ്മൾ വല്ല പേടിയിലായിരുന്നു. പക്ഷേ ഇന്നത് മുറിച്ച് മാറ്റുകയാണ്. അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. റിസ്ക്കുള്ള പണിയാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത് തന്നെ വീടായതിനെ കൊണ്ട് അപ്പോൾ അത് മുറിച്ച് മാറ്റണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം ഓരോരോ കൊമ്പ് കയറിട്ട് ഇറക്കണം. അപ്പോൾ ഒന്ന് തെറ്റിക്കുകയാണെങ്കിൽ നമ്മൾ വീടിൻ്റെ മുകളിലേക്കും അതുപോലെ തന്നെ ചെടികൾ, താഴെ ചെടികളും മതിലും എല്ലാം ഉണ്ട്. അപ്പോൾ വളരെ റിസ്ക്കാണ് ഈ പണി. ഇത് ഒരു ദിവസത്തെ പണിയാണ്. ഒരു അരയും പിറ്റേന്ന് രാവിലെ മുതൽ 10 മണി വരെ ഇങ്ങനെയുള്ള പണിയാണ്. ഒരുപാട് പണി പിടിച്ചിരുന്നതാണ്. ഓരോ കൊമ്പും കയറിയിട്ട് ഞാൻ ഇറക്കേണ്ടി. ഇതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ 2-3 കാര്യം. ഇതിൻ്റെ ഇല കൊയ്യൽ ഒരു ബുദ്ധിമുട്ട്. നന്നായിട്ട് വീടിൻ്റെ മുറ്റം ഫുള്ള് ഇലകളായി ഈ ഇല കൊയ്ച്ചൽ സമയത്ത്. പിന്നെ അതുമല്ല, ഈ കായ് ഉണ്ടാവും, വലിയ കായ്, ഏകദേശം 1 കിലോ ഒക്കെ ഉള്ള കായാണ്. ആ കായ് പച്ചയിൽ ഉണ്ട് താഴോട്ടൊരു വീകൽ. ആ പച്ചയിൽ വീണാൽ നല്ല ശക്തിയിലാണ് വരിക. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തലയിലൊക്കെ വീണാൽ അത് വലിയൊരു പ്രശ്നമാണ്. പല സമയത്തും ഓരോരുത്തർ ഞങ്ങൾ രക്ഷപ്പെട്ടതാണ് തലയിൽ വീണത്. പിന്നെ ഇടയിലുള്ള ചെടികൾ, സപ്പോട്ട മരമുണ്ട്. സപ്പോട്ടൻ്റെ മരമൊക്കെ കൊമ്പൊക്കെ എത്രയോ കൊമ്പ് പൊട്ടിപ്പോയി ഇതിൻ്റെ കായ് വീണിട്ട്. അതൊരു ബുദ്ധിമുട്ട്, ഇലൻ്റെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഈ കായ് ഉണങ്ങിയിട്ട് പൊട്ടിത്തെറിച്ച് അത് പൊട്ടി വീഴുന്നത് വേറൊരു ബുദ്ധിമുട്ട്. ഏതായാലും ആ ബുദ്ധിമുട്ടൊക്കെ തന്നെ ഇവിടെ തീരുകയാണ്. കുറേ ആയി നമ്മൾ അനുഭവിക്കുന്ന ഇതിൻ്റെ ബുദ്ധിമുട്ട്. ഇത് നമ്മളെ മരോട്ടല്ലാനോ, ഇത് നമ്മളെ അതിരിലുള്ള മരമാണ്. അതിരിൽ വീടിനോട് ചാരിയുള്ള ഒരു മരമാണ്. നമ്മളിതിനെ മുമ്പ് അവരെ പറഞ്ഞ് ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്നൊക്കെ. അപ്പോൾ അവർ മുറിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 2 വർഷമായി മുറിക്കാമെന്ന് പറഞ്ഞിട്ട്. ഏതായാലും ഇപ്പോൾ അത് മുറിക്കുകയാണ്. വീടിനോട് ചാടി രണ്ട് മരം ഉണ്ടായി, ഒന്ന് ബാക്കിലും ഒന്ന് ഫ്രണ്ടിലുമായിട്ട്. ഇപ്പോൾ ഏതായാലും മുറിച്ച് മാറ്റി. ഏതായാലും പണി ഒരു സമാധാനമായി. ഇനി ഇല കൊഴിച്ചിലും ഉണ്ടാവില്ല, അതിൻ്റെ കായ് വീകുന്ന പേടിയില്ല. കായ് വീകുന്നത് വല്ല പേടി. അതായത് തലയിലേക്ക് ഇല കൊഴിച്ചാൽ പിന്നെ അത്ര പ്രശ്നമില്ല, അടിച്ചു വാരിയാൽ പോകുമെന്ന് വിചാരിക്കുക. കായ് തലയിലേക്കൊക്കെ വീണ് കഴിഞ്ഞിട്ടാണെങ്കിൽ കുട്ടികളൊക്കെ ഓടി നടക്കുന്നതല്ല ഇതിൻ്റെ മുറ്റത്ത് ഇവിടെയാണ്. കുട്ടികൾ തന്നെ വലിയ തലയിൽ വീണാൽ തന്നെ സംഗതി പണി അവിടെ കിടക്കും, പിന്നെ എണീക്കില്ല. അഞ്ചാതെയാണ് ഈ പച്ചക്കായ് വീണാൽ. പച്ചക്കായും കൂടെ നിറച്ചുണ്ടാവും. ഉണങ്ങി പൊട്ടിത്തെറിയാകുമ്പോൾ അത്ര പ്രശ്നമില്ല. പച്ചക്കായാണ് വീഴുക. അത് വാർപ്പിൻ്റെ മുകളിലൊക്കെ, കോൺക്രീറ്റിൻ്റെ മുകളിലൊക്കെ കണ്ട് വീണിട്ട് എന്നൊരു ശബ്ദമാണ്. 1 കിലോ ഒക്കെ ഉണ്ടാവും ഓരോ കായ്. ഇപ്പോഴാണ് ഒരു സമാധാനമായി. പിന്നെ വല്ല കാറ്റൊക്കെ പിടിക്കുമ്പോൾ അതും ഒരു പേടിയാണ്. എന്നാലും ഇപ്പോൾ ഒരു സമാധാനം. ഇപ്പോൾ നമ്മളതിൻ്റെ ചുവട്ടിലുള്ള ചെടികൾക്കൊക്കെ ഇനി ഒരു ഉഷാറാണ്. ഈ ചോല തണൽ പോയതിനെ കൊണ്ട് ഈ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വളർന്നോളൂ. അതിൻ്റെ ചോല ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ ആ ചെടികൾ സപ്പോട്ട തൈയും അതുപോലെ മാങ്കോസ്റ്റിൻ്റെ തൈ, അങ്ങനെ കുറേ തൈകളൊക്കെ അതിൻ്റെ ചോടുണ്ട് ആ തണലിലതിനും. അപ്പോൾ അവരൊക്കെ ഇനി നല്ല ഉഷാറായിക്കോളും. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ മരം മുറി നടക്കുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു.
ഇല്ല